സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞ ഒരു ഹൈ എൻഡുള്ള ടൂർണമെൻറ്റിൽ സാധാരണ റെപ്രസെൻറ്റേഷനുള്ള കുട്ടികൾ ഡിസ്ട്രിക്ട് റെപ്രസെൻറ്റേഷൻ, സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ, നാഷണൽ റെപ്രസെൻറ്റേഷൻ ഇതൊക്കെയുള്ള കുട്ടികൾക്കാണ് സാധാരണ അവസരങ്ങൾ കിട്ടാറ്. പക്ഷേ ഇത് എല്ലാ കളിക്കാർക്കും, ഈവൻ വളരെ ഇൻറ്റീരിയർ നിന്ന് വരുന്ന വളരെ ടാലൻറ്റഡായ കളിക്കാരെ കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും, കാരണം എല്ലാ കളിക്കാരും ഒന്നിച്ചു വന്ന് ചില സമയത്ത് നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് വളരെ ടാലൻറ്റഡായ ആരും കാണാത്ത കളിക്കാർ. പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ഈ ഒരു സെലക്ഷൻ ട്രയൽസ് എനിക്ക് തോന്നുന്നത് വളരെ ഡെമോക്രാറ്റിക്കായ ജനകീയമായൊരു സെലക്ഷനാണ്. ഇതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു പ്ലാറ്റ്ഫോം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സെലക്ഷനിൽ അങ്ങനെ യാതൊരു മാനദണ്ഡവുമില്ല. ഓപ്പൺ സെലക്ഷൻ ഉണ്ട്, അണ്ടർ 23 സെലക്ഷൻ ഉണ്ട്. ഓപ്പൺ സെലക്ഷനിൽ എല്ലാവർക്കും ഈ സെലക്ഷനിൽ പങ്കെടുക്കാം. നമ്മളെ ഉദ്ദേശം ടാലൻറ്റഡായ കളിക്കാരെ നമുക്ക് മേലെ എത്തിക്കാം. അത് മാത്രമാണ് ഇവിടെ എല്ലാ ക്ലബിൻ്റെ സ്കൗട്ടുകളും ചെയ്യുന്നത്. ടാലൻറ്റഡായ കളിക്കാരെ കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ റെക്കമെൻഡേഷനോ വേറെ എന്തെങ്കിലും ഇൻഫ്ലുവൻസോ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഇവിടെ എല്ലാ സ്കൗട്ടുകളെയും ജോലി ഏറ്റവും നല്ല കളിക്കാരെ കണ്ടെത്തുക, നല്ല ടാലൻറ്റഡായ കളിക്കാരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ എല്ലാ സോണിലും നമുക്ക് സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു. ഇനിയിപ്പം കോഴിക്കോട്, മലപ്പുറം ഏറ്റവും പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങൾ ഇത് കഴിഞ്ഞു. അതുപോലെ തന്നെ എറണാകുളത്തും സെലക്ഷൻ നടത്തും. അതുകൊണ്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള കളിക്കാർക്കൊക്കെ നിയറസ്റ്റ് സെലക്ഷൻ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് കേരളം മൊത്തത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ് എന്നുള്ളത് ഈ സെലക്ഷനെ പറ്റി പറയാം. നിങ്ങൾക്ക് നിങ്ങളെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫുട്ബോൾ ഒരു കരിയറാക്കി എടുക്കാനും നിങ്ങളെ പൊട്ടൻഷ്യൽ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേദിയാണ് സൂപ്പർ ലീഗ് കേരള. അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെലക്ഷനിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം.